നമസ്കാരം കൂട്ടുകാരെ, എല്ലാവർക്കും ഈസ്റ്റർ ദിന ആശംസകൾ. നമ്മുടെ ഈ ആഴ്ച നമ്മൾ കൊടുത്ത വീഡിയോയിൽ വീക്കിലിയുടെയും മന്ത്ലിയുടെയും മാർക്കറ്റ് പ്രൊഫൈൽ വ്യൂ വച്ചുള്ള ഒരു അനലൈസ് നമ്മൾ കൊടുത്തായിരുന്നു. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ മാർക്കറ്റ് പ്രൊഫൈൽ വച്ചുള്ള നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ഡെയിലി അനാലിസിസ് ആണ് നാം തരാൻ പോകുന്നത്. സോ എല്ലാവർക്കും ഗ്രേറ്റ് ടെക്കിൻ്റെ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ അനാലിസിസിലേക്ക് സ്വാഗതം. സോ നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് നിഫ്റ്റിയുടെ മാർക്കറ്റ് പ്രൊഫൈലിൻ്റെ ചാർട്ട് പ്രകാരം നമുക്ക് നിഫ്റ്റി ഒന്ന് നോക്കേണ്ടി വരും. സോ നിഫ്റ്റിയുടെ മാർക്കറ്റ് പ്രൊഫൈൽ ചാർട്ട് പ്രകാരം നമുക്ക് നോക്കി വരുന്ന സമയത്ത് നമുക്ക് നിഫ്റ്റിയിൽ കാണാൻ പറ്റുന്ന വെച്ചാൽ നിഫ്റ്റി കഴിഞ്ഞ വ്യാഴാഴ്ച ഗുഡ് ഫ്രൈഡേയുടെ തലേദിവസമായ ഇന്നലെ നല്ല വൃത്തി മാർക്കറ്റ് കയറി പോവുകയും നമ്മുടെ ഈ 323 എല്ലാ ലെവൽസും ഭേദിച്ചുകൊണ്ട് 410 അതിന് മുകളിൽ ലെവൽ 525 വരെ വരികയും 529 530 വരികയും തിരിച്ചവിടെ നിന്ന് ഒറ്റയടിക്ക് ഇറങ്ങുകയും ചെയ്തു. ഈ ലാസ്റ്റ് മിനിറ്റിൽ വന്ന ഈ സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ എക്സ്പയറി ഡേയുടെ സെല്ലിങ്ങും അതിൻ്റെ കൂടാതെ നമ്മുടെ മാർക്കറ്റ് പ്രൊഫൈൽ ഉണ്ടായിരിക്കുന്ന കുറച്ച് ആ ദിവസം മാർക്കറ്റ് പ്രൊഫൈൽ പ്രകാരം കുറച്ച് ഇൻവെൻട്രി അഡ്ജസ്റ്റ്മെൻറ്റും കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തത് പ്രകാരം സംഭവിച്ചിരിക്കുന്ന കുറച്ച് ഹോളിഡേയുടെയും കുറേ ഇൻവെൻട്രി അഡ്ജസ്റ്റ്മെൻറ്റ്സും എല്ലാം കൊണ്ടാണ് ഈ മാർക്കറ്റ് ഇറങ്ങിയത്. അന്ന് നമ്മുടെ എക്സ്പയറി ആയിരുന്നു, മന്ത്ലി എക്സ്പയറി, ക്വാർട്ടർലി എക്സ്പയറി, ഫിനാൻഷ്യൽ എക്സ്പയറി എല്ലായിരുന്നു. ഇത് പ്രകാരമുള്ള മാർക്കറ്റിൻ്റെ ഒരു സെല്ലിംഗ് വ്യൂ വരികയും മാർക്കറ്റിൽ ലാസ്റ്റ് ഒരു 40 മിനിറ്റോളം നല്ല സെല്ലിംഗ് വന്നു. പക്ഷേ അതുവരെ മാർക്കറ്റ് ട്രെൻഡ് പോലെ തോന്നിക്കുകയും ലാസ്റ്റ് 45 മിനിറ്റ്സ് സെല്ലിംഗ് വരികയും ചെയ്തു. സോ നമുക്ക് നോക്കേണ്ടത് മൺഡേയിൽ നാളെ ഏപ്രിൽ 1 ഏപ്രിൽ ഫുൾ ഡേ. നാളെ ഏപ്രിൽ ഫുൾ ഡേയിൽ മാർക്കറ്റ് എങ്ങനെ ആയിരിക്കും നമുക്ക് നോക്കാം. സോ നമുക്ക് നമ്മുടെ മാർക്കറ്റ് പ്രൊഫൈൽ വ്യൂ വെച്ചുള്ള നിഫ്റ്റിയുടെ അനാലിസിസിലേക്ക് നമുക്ക് നടക്കാം. അതിലേക്ക് നമുക്ക് പോയതിനു ശേഷം ബാങ്ക് നിഫ്റ്റിയിലും കൂടെ പോയി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോകാം. സോ നിങ്ങൾ ഈ കാണുന്നത് നിഫ്റ്റിയുടെ മാർക്കറ്റ് പ്രൊഫൈൽ വ്യൂ വെച്ചുള്ള മാർക്കറ്റ് പ്രൊഫൈൽ അനാലിസിസ് ആണ്. സോ നമുക്ക് നിഫ്റ്റിയുടെ ഈ അനാലിസിസിലേക്ക് നമുക്കൊന്ന് പോകാം. സോ നമ്മളെ പ്രകാരം നമ്മളെ ബാങ്കിന് നിഫ്റ്റി എന്ന് പറഞ്ഞാൽ മൺഡേ നമ്മൾ നിഫ്റ്റി ഏകദേശം 22,175 191 ആ റേഞ്ചിൽ ഓപ്പൺ ചെയ്യും. ഇന്നലത്തെ പി ഒ സിയുടെ മുകളിൽ ഇന്നലത്തെ പി ഒ സി എത്രയായിരുന്നു? 22,181. ആ പി ഒ സിക്ക് മുകളിൽ ഓപ്പൺ ചെയ്യുകയും അവിടെ നിന്ന് കയറി ഏകദേശം നമ്മളെ 2IB ടാർഗറ്റായ 22,520 വരികയും ഒറ്റയടിക്ക് എൽ പീരീഡിൽ ഇറങ്ങി ഏകദേശം ഇന്നലത്തെ പി ഒ സി ആയ 22,367 വിവാപ്പായ 373 താഴെ ഏകദേശം 22,328 അവൻ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നോക്കേണ്ടത് നമുക്ക് മൺഡേ ഏപ്രിൽ നാളെ പുതിയ കോൺട്രാക്റ്റാണ് വരാൻ പോകുന്നത്. നമ്മുടെ ഏപ്രിൽ മാസത്തെ ഫ്യൂച്ചർ ക്ലോസ് ചെയ്തിരിക്കുന്നത് 22,468 സോ അത് നോക്കുന്ന സമയത്ത് നമുക്ക് നോക്കേണ്ടതെന്ന് വെച്ചാൽ നാളെ എന്തായാലും നമ്മുടെ മാർക്കറ്റ് ഏകദേശം ഈ 22,468 ആ റേഞ്ചിൻ്റെ ഈ ഭാഗങ്ങളിലേക്ക് ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. സോ നമ്മൾ നോക്കേണ്ടത് നാളെ ഈ മാർക്കറ്റിൽ ഈ ഭാഗങ്ങളിൽ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അവിടെ എന്തെങ്കിലും നാളെ അത് താഴോട്ട് സെല്ലിംഗ് വരികയാണെങ്കിൽ ഏത് ലെവൽ വരെ പോകും, അല്ലെങ്കിൽ മുകളിലോട്ടാണെങ്കിൽ ഏത് ലെവൽ വരെ പോകും നമുക്ക് നോക്കാം. നോക്കുമ്പോൾ നാളെ നമ്മൾ ഇപ്പോഴത്തെ നിഫ്റ്റിയുടെ ഏപ്രിൽ മാസം ഫ്യൂച്ചർ ക്ലോസ് ചെയ്തിരിക്കണം 22,468. സോ സ്വാഭാവികമായിട്ട് നാളെ മാർക്കറ്റിൽ വേറെ ഇഷ്യൂസൊന്നുമില്ല. ഹോളിഡേക്ക് ശേഷമുള്ളതാണ്, ഈസ്റ്റർ ദിനത്തിൻ്റെ ഹോളിഡേക്ക് ഉള്ളതുകൊണ്ട് നാളെ മോർണിംഗിൽ ഏകദേശം നമ്മൾ ഈ ലെവലിലേക്കായി ഒരു ഫ്ലാറ്റ് ടു 0 ഒരു ഇതിലേക്ക് മാർക്കറ്റ് ഓപ്പൺ ചെയ്യണം. നെഗറ്റീവ് വലുതായിട്ട് പ്രതീക്ഷയില്ല. സോ നമ്മൾ ഈ 468 മുകളിൽ നിൽക്കുകയാണെങ്കിൽ അപ്പോൾ ഇവഞ്ച്വലി അപ്പർ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ അവൻ്റെ ഫസ്റ്റ് ടാർഗറ്റായ ഈ 520 530 അതിന് മുകളിൽ അവൻ 587 അതിന് മുകളിൽ ഏതുവരെ പോകാനും ഈ 22,801 വരാനുള്ള ചാൻസ് ഉണ്ട്. ഇൻ ബിറ്റ്വീൻ 22,630 640 എന്ന ലെവല് ഏപ്രിൽ ഫ്യൂച്ചറിൽ വന്ന ഹൈ ആണ്. സോ അതും ടെസ്റ്റ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമുക്ക് ഒരിക്കലും കൂടെ പറയാം 22,373 400 മുകളിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അവ സ്വാഭാവികമായിട്ടും 22,530 അതിന് മുകളിൽ 630 അതിന് മുകളിൽ മാത്രമേ 22,801 വരാനുള്ള ചാൻസ് ഉള്ളൂ. ഇനി നാളെ മാർക്കറ്റ് 22,468 നമ്മൾ ഏപ്രിൽ ക്ലോസ് ചെയ്തേക്കണം. അപ്പോൾ അതിന് താഴെ നാളെ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഇവഞ്ച്വലി ഈ 22,360 373 സോൺ ടെസ്റ്റ് ചെയ്യും. ഇത് ഡിമാൻഡ് നൽകുകയാണെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞ ആ ലെവലിലേക്കുള്ള അപ്പർ ലെവലിലേക്കുള്ള ഒരു മാറ്റം പ്രതീക്ഷിക്കാവുന്നതാണ്. പക്ഷേ നാളെ 22,368 താഴെയാണ് സസ്റ്റെയിൻ ചെയ്യുമെങ്കിൽ അവൻ ഇവഞ്ച്വലി ഫസ്റ്റ് ടാർഗറ്റായ 22,260 270 അതിന് താഴെ 22,240 അതിന് താഴെ ഇന്നലത്തെ പി ഒ സി ആയ 22,180 ടെസ്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്.
സോ നമ്മൾക്ക് നാളെ നോക്കേണ്ടത് നാളെ നമ്മുടെ മാർക്കറ്റ് എവിടെയാണ് ഓപ്പൺ ചെയ്യുന്നത് അതിനനുസരിച്ചാണ് നാളത്തെ നമ്മളെ ബാക്കിയുള്ള കാര്യങ്ങളിലെ മൂവ്മെൻറ്റ് വരാൻ പോകുന്നത്. സോ നമ്മളെ ഏപ്രിൽ ഫ്യൂച്ചർ നാളെ ഓപ്പൺ ചെയ്യുന്ന രീതി വെച്ച് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മുടെ ലൈവ് സെക്ഷനിൽ നമ്മൾ ലൈവ് മാർക്കറ്റ് മെമ്പർഷിപ്പ് പ്രോഗ്രാംസിൽ അത് നമ്മൾ ക്യാൻഡിൽ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ ലെവൽസ് ഒന്ന് വ്യക്തമായി ഓർത്ത് വെച്ചേക്കുക. നമുക്ക് ആ ലെവൽസ് ഒന്ന് മാർക്ക് ചെയ്ത് വയ്ക്കാം. എന്തിനാണ്? നമ്മുടെ മാർക്കറ്റ് പ്രൊഫൈൽ ചാനൽ നമ്മൾ മാർക്ക് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം നമുക്ക് വേറെ ഒന്നും കൊണ്ടല്ല, നമുക്കത് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം അതൊന്ന് നമുക്കത് മാർക്ക് ചെയ്ത് വയ്ക്കാം. ഞാൻ ഇതെല്ലാം ഒന്ന് ഡിലീറ്റ് ചെയ്യണം. കാരണം നമുക്ക് ഇഷ്ടം പോലെ വരകളുണ്ട്. ഈ വര നമ്മൾ ഫ്രഷ് കോൺട്രാക്റ്റാണ്, പുതിയ മാസമാണ്, ഏപ്രിലാണ്, റിസൾട്ടുകളുടെ മാസമാണ്. ഇനി അങ്ങോട്ട് വോളറ്റിലിറ്റി ഭയങ്കര കൂടുവാനുള്ള ചാൻസും കൂടുതൽ. അറിയാമല്ലോ, റിസൾട്ട് വരുമ്പോൾ വോളറ്റിലിറ്റി എന്തായാലും കൂടും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? മാർക്കറ്റിലുള്ള മൂവ്മെൻറ്റ്സിനെ മാക്സിമം പെട്ടെന്ന് തന്നെ ക്യാപ്ചർ ചെയ്യുക, നമ്മുടെ ഡെയിലി ടാർഗറ്റ് എടുക്കുക, പോവുക. ആ വിധത്തിലേക്ക് കൊണ്ടുപോകാനുള്ള സെറ്റപ്പ് നമ്മൾ ആലോചിക്കേണ്ടതായിട്ട് വരും. സോ നമുക്ക് ആ ഒരു ലെവലിലേക്ക് നമുക്കൊന്ന് നോക്കാം, ചെക്ക് ചെയ്ത് പോവാം. നമുക്ക് നോക്കേണ്ടത് ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ ഇത് ഏപ്രിൽ മാസം ഫ്യൂച്ചറിൻ്റെ വ്യൂ വെച്ചാണ് നമ്മൾ നോക്കേണ്ടത്. സോ ഏപ്രിൽ മാസത്തെ ഫ്യൂച്ചർ ക്ലോസ് ചെയ്തിരിക്കുന്നത് 22,468 ലെവലിലാണ് നമ്മൾ ക്ലോസ് ചെയ്തിരിക്കുന്നത്. 22,468 എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലിലാണ് ഏപ്രിൽ മാസത്തെ ഫ്യൂച്ചർ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഈ ലെവലാണ് ആശാൻ ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ക്ലോസ് ചെയ്ത ലെവൽ നമുക്ക് വേറൊരു ഗോൾഡൻ കളർ വെച്ച് മാർക്ക് ചെയ്യാം. അപ്പം നമ്മുടെ ഇന്നലത്തെ ഈ വ്യാഴാഴ്ചത്തെ POC എന്ന് പറഞ്ഞാൽ 360. നമ്മുടെ ഇന്നത്തെ POC എത്രയാണ്? നിഫ്റ്റി ഇന്നലത്തെ POC എന്ന് പറഞ്ഞാൽ 22,369. അപ്പം നമുക്ക് അതൊന്ന് വ്യക്തമായി മാർക്ക് ചെയ്യണം. 369 നമ്മളെ POC. നമ്മളെ POC വെച്ചുള്ള കളി നമുക്ക് മാത്രമേ ഉള്ളൂ. 369 നമ്മളെ POC നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചു. ഞാൻ 370 വെച്ചതിന് കാരണം പറഞ്ഞാൽ VWAP അവിടെ ആയതുകൊണ്ട് POC VWAP 370. അതിന് താഴെ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഇന്നലത്തെ ലോ ആയ 22,280. അതിന് താഴെ ഇത് നമ്മൾ സപ്പോർട്ടാണ്. ഫസ്റ്റ് സപ്പോർട്ട് നമുക്ക് മാർക്ക് ചെയ്തിട്ട് ബാക്കിയുള്ളതിൽ പോവാം. അതിന് താഴെ അടുത്ത ലെവലായ 22,220 നമ്മൾ എത്ര പറയും? 240. മാർക്കറ്റ് പ്രൊഫൈൽ പ്രകാരം നമുക്ക് അടുത്ത വരുന്ന ലെവൽ എന്ന് പറഞ്ഞാൽ 22,280 താഴെ 22,233. അപ്പോൾ അത് നമുക്കൊന്ന് മാർക്ക് ചെയ്യണം. 22,233 അത് മാർക്ക് ചെയ്തു. അതിന് താഴെ 22,180 എന്ന് പറഞ്ഞാൽ ഇന്നലത്തെ POC ആയ അത് നമുക്ക് മാർക്ക് ചെയ്യണം, 183. അപ്പോൾ ഇത് നമ്മൾ മാർക്ക് ചെയ്തു. ഇനി മുകളിലോട്ട് ഇപ്പോൾ നാളെ 420 ഈ ഏപ്രിൽ ഫ്യൂച്ചർ ഇതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ ഇവൻച്വലി അവൻ്റെ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഇന്നലത്തെ വന്ന ഹൈ ആയ മാർച്ച് ഫ്യൂച്ചറിൽ വന്ന ഹൈ ആയ 22,000 എത്രയാണ് 530. അതിന് മുകളിൽ 22,630 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതിൻ്റെ ഫ്യൂച്ചറും ഏതാണ് ഏപ്രിൽ ഫ്യൂച്ചറിൻ്റെ ഹൈയും. അതിന് മുകളിൽ 22,800 നമുക്കൊന്ന് മാർക്ക് ചെയ്ത് താഴോട്ട് വയ്ക്കണം. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, 22,801 അവന് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, ഇത് നമ്മൾ ഓർത്ത് വെച്ചു. ഇത് നമുക്ക് നാളെ നമ്മുടെ ആവശ്യമായ കാര്യമാണ്. നിങ്ങൾ മനസ്സിലോർത്തോളുക. ഈ നാളെ മാർക്കറ്റ് എവിടെ ഓപ്പൺ ചെയ്യും? ഇത് നമ്മൾ ഏപ്രിൽ ഫ്യൂച്ചർ ക്ലോസ് ചെയ്ത 22,468. അപ്പോൾ നാളെ മാർക്കറ്റ് ഏപ്രിൽ ഫ്യൂച്ചർ എവിടെ ഓപ്പൺ ചെയ്യുന്നതനുസരിച്ചിരിക്കും ബാക്കിയുള്ള കാര്യങ്ങൾ. ഇൻ ബിറ്റ്വീൻ 468-നും താഴെ നിൽക്കുന്നുണ്ടെങ്കിൽ അവർ ഇവൻച്വലി ഈ ഒരു ട്രിപ്പ് കിടക്കും. 21,360 ബസ് കയറി 22,370 ആ സപ്പോർട്ട് എടുക്കണം. തിരിച്ച് വീണ്ടും ഈ പറഞ്ഞ പ്രീവിയസ് ഡേക്കും പോവാം. പക്ഷേ എൻ്റെ ഒരു കണക്കൂട്ടിൽ വെച്ച് ഈ വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഒരു ട്രെൻഡിങ് മൂവ്മെൻറ്റ് വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണെന്ന് തോന്നുന്നു. ആ പ്രൊഫൈലിൻ്റെ ഒരു ഫോർമേഷൻ വെച്ച് കാണുമ്പോൾ നമുക്ക് കുറച്ച് മൂവ്മെൻറ്റ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമുക്കിനി ബാങ്ക് നിഫ്റ്റിയുടെ പോകാം. കാരണം ബാങ്ക് നിഫ്റ്റിയിൽ പോകാൻ ഈസിയാണ്. എന്തുകൊണ്ടാണ്? ബാങ്ക് നിഫ്റ്റി ആളുടെ എക്സ്പയറി കഴിഞ്ഞ് പുതിയ കോൺട്രാക്റ്റൊക്കെ വന്നല്ലോ. നമുക്ക് ബാങ്ക് നിഫ്റ്റി നോക്കിക്കളയാം. അവനെ നോക്കാം. നമുക്കൊന്ന് എങ്ങനെ പോകുന്നു നോക്കണമല്ലോ അവൻ. സോ നമ്മുടെ ബാങ്ക് നിഫ്റ്റിയുടെ ഫ്യൂച്ചർ പ്രകാരം ബാങ്ക് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത് 40. അതായത് നമ്മുടെ ബാങ്ക് നിഫ്റ്റി ഇന്നലെ മെനങ്ങാന്ന് ബുധനാഴ്ച ഏകദേശം 46,761 കിടന്ന ഇത് അവിടെ നിന്ന് അവൻ കയറി ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് വരും. പുതിയ മാസം കൊണ്ടാണ് ഗ്യാപ്പ് അപ്പിലാണ് ബാങ്ക് നിഫ്റ്റി വന്നത്. സോ എന്നിട്ട് അവൻ കയറി ഏകദേശം ഹൈയിൽ അടുപ്പിച്ച് 47,600 ക്ലോസ് VWAPൻ്റെ അവിടെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്നലത്തെ POC ആയ 47,682 ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് മുകളിൽ മാത്രമേ ഇനിയൊരു ബൈയെക്കുറിച്ച് ചിന്തിക്കാൻ പോകുള്ളൂ. സോ നമ്മൾ ഈ POC VWAPനടുത്ത് ക്ലോസ് ചെയ്തുകൊണ്ട് ഈ 47,550 സ്ട്രോങ് സപ്പോർട്ടാണ്. 47,550 താഴെ 47,350 എന്ന് പറഞ്ഞാൽ ഈ ലെവൽ വരും. ഈ 350 താഴെ ഈ 47,243
അതിന് താഴെ ഇന്നലത്തെ ഈ ഒരു 46,990 അതിന് താഴെ അടുത്ത വരാൻ പോകുന്നത് കഴിഞ്ഞ ബുധനാഴ്ചത്തെ POC ആയ 46,762 സോ ഇനി നമുക്ക് നോക്കേണ്ട ബാങ്ക് നിഫ്റ്റിയുടെ അപ്പർ ലെവൽ. ഇനി ബാങ്ക് നിഫ്റ്റി 47,700 മുകളിൽ ഇന്നലത്തെ POCക്ക് 47,681 ആ POCക്ക് മുകളിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് 47,881 ഫസ്റ്റ് ടാർഗറ്റും അതിന് മുകളിൽ അടുത്തത് 48,237 എന്ന് പറഞ്ഞാൽ പ്രീവിയസ് പണ്ടൊരു വിർജിൻ POC ടച്ച് ചെയ്യാം. ഈ 48,737 മുകളിൽ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് അടുത്ത POC പണ്ട് വന്നൊരു POC ആയ 48,631 അതിന് മുകളിൽ ഈ 48,775 ബാങ്ക് നിഫ്റ്റി വരാം. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഒരു POC ടു POC സെറ്റപ്പ് നമുക്ക് വർക്ക് ചെയ്യുമെങ്കിൽ 47,700 മുകളിൽ അവ നിൽക്കുകയാണെങ്കിൽ ഇവഞ്ച്വലി 48,237 എന്ന് പറഞ്ഞാൽ ഈ POC ടച്ച് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. സോ ബാങ്ക് നിഫ്റ്റി ട്രേഡേഴ്സ് നാളെ നോക്കുക. നിഫ്റ്റിയിലാണ് കുറച്ചും കൂടെ മൊമെൻറ്റ് വരാനുള്ള ചാൻസ് കൂടുതൽ, റിസൾട്ടൊക്കെ ബാക്കിയുള്ള കാര്യങ്ങളും. പക്ഷേ ഈ വരാൻ പോകുന്ന ഈ മാസത്തിൽ വളരെയധികം വലിയ മൂവ്മെൻറ്റ്സിൽ പ്രതീക്ഷിക്കാം. കാരണം വേറൊന്നും കൊണ്ടല്ല, ഇലക്ഷനും റിസൾട്ടും എല്ലാം കൂടെ കൊണ്ട് വിക്സ് ഒരു വളരെയധികം ഒരു പോസിറ്റീവ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ കാണുക. നിങ്ങളുടെ വ്യൂസും നിങ്ങളുടെ സപ്പോർട്ട്സ് നിങ്ങളുടെ ലൈക്ക് എല്ലാം വരുന്നത് നിങ്ങളുടെ വ്യൂ ആണ് ഞങ്ങളുടെ സപ്പോർട്ട്, നിങ്ങളുടെ ലൈക്കാണ് നമ്മുടെ സപ്പോർട്ട്, നിങ്ങളുടെ കമൻറ്റ് നിങ്ങളുടെ ഷെയറാണ് നമ്മുടെ പ്രചോദനം. അപ്പോൾ അത് നിങ്ങൾ ദയവായി തരിക. പുതിയ വീഡിയോസ് തരുവാനും മാർക്കറ്റ് പ്രൊഫൈലിൻ്റെ ബേസിക്കിൻ്റെ വീഡിയോ കഴിഞ്ഞായിരുന്നു. നമ്മുടെ അടുത്ത വീഡിയോ 2 ദിവസത്തിനകത്ത് നമ്മുടെ മാർക്കറ്റ് ഇതിൽ അവൈലബിൾ ആയിരിക്കും. അപ്പം നമുക്ക് പുതിയ വീഡിയോസ് തരുന്നതിനും പുതിയ ഇൻഫർമേഷനുള്ള പുതിയ വീഡിയോസ് നിങ്ങൾക്ക് തരുന്നതിനും നമുക്ക് പ്രചോദനം നൽകേണ്ടത് നിങ്ങളുടെ ലൈക്സും ഷെയറും കമൻസും വഴിയാണ്. ദയവായി നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ട്രേഡിംഗ് ഫ്രണ്ട്സിനെല്ലാം അയച്ചു കൊടുക്കുക. നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങളുടെ വളരെയധികം നമ്മുടെ എനർജിയാണ്. സോ ഒരിക്കൽ കൂടി ഞാൻ ഈ വീഡിയോയിൽ നിന്നും വിട പറയുന്നു. നിങ്ങളുടെ വിഷ്ണുഗുപ്തൻ. ഗുഡ് നൈറ്റ് ആൻഡ് ശുഭരാത്രി.